ഒന്നാമത് പഴയ പോലല്ല IRGC എന്ന് പറയുന്നത്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഇറാൻ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മറ്റ് പലപ്പോഴും അവർക്ക് എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ കൊളാപ്സ് ഉണ്ടായിട്ടില്ല. ഇത്രയും കൊളാപ്സ് ഉണ്ടായിട്ടില്ല, ഇത്രയും ഡിവാലുവേഷൻ വന്നിട്ടില്ല റിയാല്, ഇത്രയും ജനങ്ങളുടെ വാട്ടർ ക്രൈസിസും അതേപോലെ തന്നെ ഞാനിത് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ആ വാർ അത്രമാത്രം തീവ്രമായിട്ട് ഇത് നാശമായി കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും ഇതിന്റെ ഇമ്പാക്റ്റും ബാക്ക്ലാഷും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ആ വാറിന്റെ എഫക്റ്റ് ഇപ്പോഴാണ് ആൾക്കാർ കാണുന്നത്. അപ്പൊ അതിന്റെയാണ് ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത്, അല്ല മറ്റൊന്നുമല്ല. അതിന്റെ കാരണം അതോടുകൂടി അവർ തകർന്നു പോയി. ഈ വീരവാദം മുഴക്കുക എന്ന് പറയുന്നത് ജനങ്ങളെ അടക്കിയിരിക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞിരുന്നത്. റഷ്യയിൽ ഞങ്ങള് S-400 വാങ്ങിച്ചു, S-200 വാങ്ങിച്ചു, ഡിഫൻസ് ഒക്കെ ടോപ്പാക്കി വെച്ചിരിക്കാൻ വരൂ എന്ന് പറഞ്ഞ് നെത്തിനാഗോനെ വെല്ലുവിളിക്കുന്നത് കണ്ടതാണല്ലോ. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ കഴിവുണ്ടെങ്കിൽ എന്തിനാണ് വെല്ലുവിളിക്കുന്നത്? പോയി അടിച്ചാൽ പോരെ, എന്തിനാ ഈ മറലാബൂലേക്ക് ഈ നെത്തിനാഗോ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നേ? ഇവര് അവരഭ്യാസം ഇസ്രായേൽ ത്രെറ്റാന്ന് പറയുന്നുണ്ട്, ഇസ്രായേൽ ഡെത്ത് ഫോർ അമേരിക്ക, ഡെത്ത് ഫോർ ഇസ്രായേൽ എന്ന് പറയുന്നത്. എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? എന്തിനാ? ഉണ്ടെങ്കിൽ ഇടാൻ അങ്ങോട്ട് ഇസ്രായേലിലേക്ക്. ഞാൻ ചോദ്യം തെറ്റാണ് സാറ് പറ. അല്ല ഈ നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇറാൻ ഇറാഖ് യുദ്ധവും അതേപോലെ പ്രോക്സീസിനെ ഏത് രീതിയിലാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നത്, അതവർക്കറിയാം അതെങ്ങനെ ചെയ്യണമെന്ന്. അതിനിയും നടക്കത്തില്ല. കാരണം ഈ പ്രോക്സീസിന് ഇവർ സ്പെൻഡ് ചെയ്ത് എങ്ങാണ്ട് $100 ബില്യൺ അടുപ്പിച്ച എമൗണ്ടാണ്. കാരണം ഓയിലിൽ നിന്ന് കിട്ടിയ പൈസ മുഴുവനും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂത്തികൾക്കും ഇതേപോലെയുള്ള പല പ്രോക്സീസിനും കൊടുത്തു. അവരുടെ ഫ്രണ്ട് ലൈനിൽ നിർത്താൻ വേണ്ടി. അത് മുഴുവനും തകർന്ന് നാശമായിപ്പോയി. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് സിറിയയുടെ തകർച്ച, ലെബനന്റെ തകർച്ച. ഇപ്പോൾ കണ്ടു, യമൻ എന്ന് പറഞ്ഞ രാജ്യം രണ്ടായിട്ടങ്ങ് മാറി, സൊമാലിയ രണ്ടായിട്ടങ്ങ് മാറി. ഇതിന്റെ അതായത് ഒന്നില്ലെങ്കിൽ ഇറാനില് ഈ റെജീം മാറിയില്ലെങ്കിൽ ഇപ്പം അവര് പറയുന്ന സ്ലോഗൻ എന്ന് പറഞ്ഞ ഡെത്ത് ടു ഖൊമൈനിയാണ് ഇപ്പോഴ്. അത് പോലീസ് ഫയറിങ് അടക്കം സോഷ്യൽ മീഡിയയിൽ VPN വെച്ച് നോക്കുമ്പോൾ ഇഷ്ടംപോലെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡെത്ത് ടു ഖൊമൈനി, ആ റെജീം പോകണമെന്നാണ് അവർ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുന്ന ഈ സമയത്ത്, മസൂദ് പെഷഷ്കാൻ എന്ന് പറയുന്ന ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഇറാനിയൻ ലീഡറാണ്.